ആദ്യമായി പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടി ലക്ഷ്മിയെ പൂജിക്കുന്ന ഈ ദീപാവലി ദിനത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഈ ചടങ്ങിൽ ഈ മാതൃസംഗമം ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള അവസരം തന്ന ഈ സ്കൂളിലെ എല്ലാ സ്റ്റാഫിനോടും കൂടാതെ ഈ സംസ്കാര സമിതി അംഗങ്ങളോടും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ മാതൃസംഗമം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി ആദ്യം പ്രഖ്യാപിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയിക്കുന്നു. പ്രഭാഷണത്തിനായി ശ്രീമതി കെ ആനന്ദവല്ലി ക്ഷണിക്കുന്നു. വിവേകിത വിദ്യാനികേതന്റെ പ്രിൻസിപ്പലും ഈ സമ്മേളനത്തിന്റെ ദീപാവലി ദിനത്തിൽ ഇതുപോലൊരു കുടുംബ സംഗമത്തിൽ ഒരു പ്രഭാഷണം നടത്തുക എന്നതിലുപരിയായി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്, എല്ലാവരുടെയും അനുവാദത്തോടു കൂടി. നമ്മളെല്ലാവരും നമ്മുടെ കൊച്ചുകുട്ടികളുടെ ശോഭനമായ ഭാവിയെ മാത്രം മുന്നിൽ കണ്ട് നമ്മളാലാവുന്ന വിധത്തില് ശാരീരികമായും സാമ്പത്തികമായും എല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കി നമ്മുടെ കുട്ടികളെ നല്ല ഒരു വിദ്യാലയത്തില് പഠിപ്പിക്കാനായി ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് നാം വളരെ വാത്സല്യപൂർവ്വം വളർത്തി വലുതാക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് ഏത് വിധത്തിലാണ് അവരുടെ ശോഭനമായ ഭാവിക്ക് ഉപകാരപ്പെടുക എന്നത് നാം വളരെയേറെ ആലോചിക്കേണ്ട ഒരു വിഷയമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് കാണുന്നത്. പരിചയമുള്ള എല്ലാവർക്കും അറിയാം, ഈ സൈബർ യുഗത്തില് നമുക്ക് നമ്മുടെ കുട്ടികളെ ഈ ചുറ്റുപാടിൽ നിന്ന് സംരക്ഷിച്ച് വളർത്താനാവില്ല. നമ്മുടെ കുട്ടികൾക്ക് നല്ലത് മാത്രം പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മുടെ കുട്ടികളെ ഏൽപ്പിക്കാനുമാവില്ല. ഈ സമൂഹത്തിന്റെ എല്ലാ പോരായ്മകളിലും, എല്ലാ തിന്മകളിലും, എല്ലാ കെടുകാര്യസ്ഥതകളിലും തന്നെ വേണം നമ്മുടെ കുട്ടികൾ വളർന്ന് വലുതായി നേരത്തെ പറഞ്ഞ പോലെ ഭാസുരമായ ഒരു ഭാവി പാകപ്പെടുത്തിയെടുക്കാൻ.